പുത്തുമല ദുരന്തത്തിന് ശേഷം പുനരധിവാസ പാക്കേജിൽ ലഭിച്ച വീടുകൾക്ക് ചോർച്ച. 5 വർഷമായി പരാതി കൊടുത്തിട്ടും പ്രതികരണമുണ്ടായില്ലെന്ന് താമസക്കാർ പറയുന്നു. മേപ്പാടി പൂത്തക്കൊല്ലിയിലാണ് സർക്കാരും സന്നദ്ധ സംഘടനകളും ചേർന്ന് 49 വീടുകൾ നിർമ്മിച്ചു നൽകിയത്. മഴ പെയ്താൽ പിന്നെ ഞങ്ങൾക്ക് ഉള്ളിൽ നിൽക്കണ്ട. അതുകൊണ്ട് ചെറിയ മക്കളിലെ വീടാണ് ഇവിടെ. അതുകൊണ്ട് മക്കൾക്കൊന്നും ഇവിടെ നിൽക്കിയിട്ട് മക്കളൊക്കെ അവിടെ കൊണ്ടാക്കിക്കുക, വാര വീട്ടിൽ കൊണ്ടാക്കിക്കുക. മോനെ ചുമരൊക്കെ കറുത്ത കളറാണ്. അതുകൊണ്ട് നിലമൊക്കെ ഫുള്ളായിട്ട് ഞാൻ പുതപ്പും വിരിപ്പൊക്കെ വിരിച്ചിടലാണ്. അത്രയ്ക്കും വലിയ ബുദ്ധിമുട്ടാണ് പെരയിൽ നിൽക്കാൻ. ഒരു നിമിഷം ഇവിടെ ഞങ്ങൾക്ക് ചെറിയൊരു വീടാണെങ്കിൽ ചോർച്ചയില്ലാത്ത വീട് ഞങ്ങൾക്ക് തന്നിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് സമാധാനം. വലിയൊരു ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് താമസിക്കാൻ വീട് ലഭിച്ചിട്ടും 5 വർഷങ്ങൾക്കിപ്പുറവും ഇങ്ങനെ പരാതി പറയാനാണ് ഇവരുടെ വിധി. ഇത് പുത്തുമലക്കാർ. വാഗ്ദാനങ്ങൾ നിരവധി ഉണ്ടായിരുന്നു. അതിലെല്ലാം ഇപ്പോഴത്തെ വീട് പോലെ ചോർച്ചയും ഉണ്ടായി. ഹർഷം എന്ന പേരിലാണ് പൂത്തക്കൊല്ലിയിൽ പുനരധിവാസ പദ്ധതി നടപ്പിലാക്കിയത്. കുറച്ച് ആളുകൾ മാത്രം 10 ലക്ഷം രൂപ വാങ്ങിക്കൊണ്ട് അവർ സ്വന്തമായി വീട് വെച്ച് സ്ഥലം വാങ്ങി വീട് വെച്ച് മാറാൻ വേണ്ടി തയ്യാറായി. പ്ലാനിങ്ങും പരിപാടികളും വളരെ വൃത്തിയായി നടത്തിയെങ്കിലും ഇത് കോൺട്രാക്റ്റ് എടുത്ത ആളുകൾ ഇതിൽ നിന്ന് വെട്ടിച്ചുരുക്കി. ഈ നിലവിൽ ആ ഫ്ലാറ്റിൻ്റെ മുകളിൽ ചെരിച്ച് വാർത്ത് ഓടിട്ടതിൻ്റെ ഒരു 1.5 അടിയും കൂടെ അങ്ങോട്ടേക്ക് കയറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ചോർച്ചൻ്റെ വിഷയം ഉണ്ടാവില്ല. സന്നദ്ധ സംഘടനകളുടെ സഹായവും സർക്കാർ നൽകിയ 4 ലക്ഷവും ചേർത്താണ് ഇവിടെ പ്രത്യേക സമിതിയുടെ തന്നെ മേൽനോട്ടത്തിൽ ഒരുമിച്ച് വീട് പണിതത്. ഈ സ്ഥലവും വീടും ലഭിച്ചപ്പോൾ പുതിയൊരു ജീവിതം സ്വപ്നം കണ്ടവരാണ്. പക്ഷേ ഈ ചോർന്നൊലിക്കലിന് ഇപ്പോൾ ആര് ഉത്തരം പറയും? വയനാടിനായി ഒരു പുനരധിവാസ പദ്ധതി കൂടി രൂപം കൊള്ളുന്നു. ഇവിടെ ഈ പ്ലാനിങ്ങിലെടുക്കുന്ന അതേ ജാഗ്രത വീടിൻ്റെ നിർമ്മാണത്തിലും വേണമെന്ന് മാത്രമേ പറയാനുള്ളൂ. ക്യാമറമാൻ VS രാഹുലിനൊപ്പം വിപിൻ C. വിജയൻ, 24.